കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പരാതിയുമായി ടി.എൻ. പ്രതാപൻ വ്യാജരേഖ ചമച്ചുവെന്നും വ്യാജ സത്യവാങ്മൂലം നൽകിയെന്നും ചൂണ്ടിക്കാട്ടി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും. സൂരജ്, എന്തൊക്കെയാണ് ഈ പരാതിയിൽ പറയുന്നത്? അതിൽ പോലീസ് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുമോ? അങ്ങനെ പോലീസിന് നടപടിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പരാതിയാണോ ഇപ്പോൾ ടി.എൻ. പ്രതാപൻ നൽകിയിരിക്കുന്നത്? വിജയകുമാർ, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ സജീവമാവുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. കാരണം ഈ പലരുടെയും മേൽവിലാസം അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത സംഭവങ്ങളുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇതൊരു ക്രിമിനൽ കുറ്റമായി കണ്ടുകൊണ്ട് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള കോൺഗ്രസിന്റെ ഒരു നീക്കം വന്നിരിക്കുന്നത്. ഇതിൽ നിർണായകമാകുന്നത് ഇപ്പോൾ മുൻ MP കൂടിയായിട്ടുള്ള ടി.എൻ. പ്രതാപൻ നൽകിയ പരാതി തന്നെയായിരിക്കും. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് അല്പം മുമ്പ് സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ട് നേരിട്ട് ടി.എൻ. പ്രതാപൻ ഈ പരാതി കൈമാറിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് വ്യാജരേഖയും വ്യാജ സത്യവാങ്മൂലം നൽകി തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചേർത്തു സുരേഷ് ഗോപി എന്ന ആരോപണമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കാര്യക്ഷമമായ അന്വേഷണം വേണം. വ്യാജരേഖകൾ അടക്കം ചമച്ചുകൊണ്ടാണ് തൃശൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ, അതായത് പാർലമെന്റിന്റെ പരിധിയിൽപ്പെടുന്ന നിയമസഭാ നിയോജക മണ്ഡലത്തിൽ വ്യാപകമായി വോട്ടുകൾ ചേർത്തതെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യാജരേഖയെക്കുറിച്ചും സുരേഷ് ഗോപി നൽകിയ വ്യാജ സത്യവാങ്മൂലത്തെക്കുറിച്ചും അടക്കം അന്വേഷണം വേണം. അതായത് സുരേഷ് ഗോപി നൽകിയത് വ്യാജ സത്യവാങ്മൂലമാണ് എന്നുള്ളതാണ് ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ പോലീസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് നീങ്ങിയിരിക്കുന്നത്. നേരത്തെ, അതായത് കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അടക്കം സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും വോട്ടുകൾ തൃശൂരിലേക്ക് മാറ്റിയതിലടക്കം ഗുരുതരമായ ആരോപണം മുന്നോട്ട് വച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിക്കൊണ്ട് നിയമവഴിയിലേക്ക് കൂടി കോൺഗ്രസ് കടന്നിരിക്കുന്ന. വിജയകുമാർ, ഇതിൽ സൂരജ്, എന്തെങ്കിലും പോലീസിന്റെ പ്രതികരണമുണ്ടോ? അതോ ഈ പരാതി വാങ്ങി എന്നതിനപ്പുറത്തേക്ക് പോലീസിന്റെ എന്തെങ്കിലും നടപടി സംബന്ധിച്ച വിവരങ്ങളുണ്ടോ ഈ ഘട്ടത്തിൽ? വിജയകുമാർ, സ്വാഭാവികമായും ഈ പരാതി വന്ന പശ്ചാത്തലത്തിൽ പോലീസിന് പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തേണ്ടി വരും. ആ പരാതി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വീകരിച്ച പശ്ചാത്തലത്തിൽ പ്രാഥമികമായ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഒന്നുകിൽ ഈ പരാതി മടക്കാം, അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാം. എന്തായാലും ഈ പരാതി ലഭിച്ച പശ്ചാത്തലത്തിൽ പ്രാഥമികമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ പ്രാഥമികമായി ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷണം നടത്തും. അത് ഏതെങ്കിലും തരത്തിൽ വ്യാജരേഖ ചമച്ചിട്ടുണ്ടോ എന്നെ സംബന്ധിച്ചെല്ലാം തന്നെ അന്വേഷണം നടത്തിയായിരിക്കും തുടർ നടപടിയുമായി പോലീസും മുന്നോട്ട് പോവുക. വിജയകുമാർ, സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇക്കാര്യത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് പരിശോധിക്കണം. വ്യാജ സത്യവാങ്മൂലം നൽകി, വ്യാജരേഖ ചമച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് സുരേഷ് ഗോപിക്കെതിരെ ടി.എൻ. പ്രതാപൻ നൽകിയ പരാതിയിലുള്ളത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.